എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിലെ നൊമ്പരം ഞാൻ കാണുന്നു. നിന്റെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ വൈകുമ്പോൾ നീ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേൾക്കുന്നു. കർത്താവേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നു? ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുവാൻ വന്നിരിക്കുക. ഇത് യാദൃശികമല്ല, നിന്റെ ആത്മാവിനുള്ള ഒരു സന്ദേശമാണ്. എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എൻ്റെ കണ്ണിൻ മുൻപിലാണ്. നീ ചോദിക്കുന്നു, കർത്താവേ, എൻ്റെ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു? ഇത് നീ അറിഞ്ഞിരിക്കണം. വൈകിപ്പ് നിരാകരണമല്ല. വൈകിപ്പോകുന്നു എന്നത് അവ നശിച്ചു എന്ന അർത്ഥത്തിലല്ല. ഞാൻ നിന്റെ സ്വപ്നങ്ങൾ ശരിയായ സമയത്തിൽ നിവർത്തിയാക്കും. ദർശനം നിശ്ചിത സമയത്തിനായുള്ളതാണ്. വൈകിയാലും അത് വരും. കാത്തിരിക്കുക. നീ ആഗ്രഹിക്കുന്ന ഉയർച്ച, നിനക്ക് സഹിക്കാവുന്ന ആത്മീക ശക്തി നിനക്കുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. സ്വപ്നത്തിന് മുൻപ് നിന്റെ ആത്മാവിനെ എനിക്ക് തയ്യാറാക്കണം. നീ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നിനക്ക് സന്തോഷം തരും, പക്ഷേ നിന്റെ ജീവിതം നശിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ചില വാതിലുകൾ അടയ്ക്കുന്നത്. എൻ്റെ സമയം പൂർണ്ണമാണ്. നിന്റെ സമയം വൈകിയതായി നിനക്ക് തോന്നും, പക്ഷേ എൻ്റെ സമയം പൂർണ്ണമാണ്. നീ കരുതുന്നത് ഇനി വൈകി, ഒരുപാട് നാളുകളായി. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ ശരിയായ സമയം വന്നിരിക്കുക. നിന്റെ സാക്ഷ്യം വരാൻ പോവുകയാണ്. നിന്റെ വൈകിപ്പോകുന്ന സ്വപ്നങ്ങൾ നാളെ നിന്റെ വലിയ സാക്ഷ്യങ്ങളായി മാറും. നീ ഇന്ന് കരയുന്നു, എന്നാൽ നാളെ നീ എന്നെ സ്തുതിക്കും. എൻ്റെ കുഞ്ഞെ, നിന്റെ സ്വപ്നങ്ങൾ മണ്ണിൽ വീണില്ലാതായി പോയിട്ടില്ല. അവ മുളയ്ക്കുന്ന സമയത്തിലാണ്. കാത്തിരിക്കുക, വിശ്വസിക്കുക, പ്രതീക്ഷ കൈവിടരുത്. നിന്റെ കാലം വരികയാണ്. ഞാൻ വൈകിക്കുന്നത് നിന്നോടുള്ള എൻ്റെ സ്നേഹക്കുറവല്ല എന്ന് നീ അറിയണം. ഞാൻ നിനക്കായി തയ്യാറാക്കിയ വാഗ്ദാനം കാലത്തിന്റെ പൂർണ്ണതയിൽ മാത്രമേ അത് നിറവായി വരൂ. യോസേഫിന്റെ സ്വപ്നം ഓർക്കുക. അവൻ സ്വപ്നം കണ്ടു, പക്ഷേ അതിന്റെ നിറവേറൽ വന്നത് ജയിലിനും വഞ്ചനയ്ക്കും അപമാനത്തിനും ഇടയിലൂടെ അവൻ കടന്നുപോയതിനു ശേഷമാണ് എന്ന് നീ അറിയണം. സ്വപ്നം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. സിംഹാസനം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. നിനക്കും അങ്ങനെ തന്നെയാണ്. നിന്റെ സ്വപ്നത്തിന് മുൻപ് നിന്റെ സ്വഭാവം ഞാൻ നിർമ്മിക്കും. നീ ആവശ്യപ്പെടുന്നത് നിനക്ക് സഹിക്കാനാവുന്ന ആത്മശേഷി ഉണ്ടോ എന്ന് ഞാൻ നോക്കും. നിന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാനുള്ള എൻ്റെ സംരക്ഷണം മാത്രമാണ് ഈ വൈകിപ്പ് എന്ന് നീ അറിയണം. എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നും ഞാൻ കാണുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ തെറ്റാണോ എന്ന് നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞെ, ഒരാഗ്രഹവും പാവമല്ല. പക്ഷേ എല്ലാ ആഗ്രഹവും എൻ്റെ ഇഷ്ടമല്ല. നീ ആവശ്യപ്പെടുന്നത് നിനക്ക് സന്തോഷം തരുമോ എന്ന് മാത്രമല്ല ഞാൻ നോക്കുന്നത്. അത് നിന്നെ എവിടേക്കാണ് നയിക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. ചില വാതിലുകൾ നിനക്ക് സന്തോഷം തരും, പക്ഷേ നിന്റെ ആത്മാവിനെയും നിന്റെ ജീവിതത്തെയും അത് നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ ചില പ്രാർത്ഥനകൾക്ക് ഇല്ല എന്ന ഉത്തരം പറയുന്നു. നീ കരുതുന്നത് നഷ്ടമാണ്. ഞാൻ കാണുന്നത് രക്ഷയാണ്. എൻ്റെ ഇഷ്ടം നിന്റെ സുരക്ഷയാണ്. നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിനോട് പോരാടുമ്പോൾ നിന്റെ ആത്മാവിൽ അശാന്തി ഉണ്ടാകാറുണ്ട്. പക്ഷേ നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനം വരും. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ. ഞാൻ നിനക്കായി മികച്ചതൊരുക്കുകയാണ്. നീ കാണുന്നത് ഒരു വാതിലാണ്, ഞാൻ കാണുന്നത് മുഴുവൻ പാതകളാണ്.
നീ ചോദിക്കുന്നത് ഒരനുഗ്രഹമാണ്. ഞാൻ തയ്യാറാക്കുന്നത് നിന്റെ ഭാവി തന്നെയാണ്. അതുകൊണ്ട് ചില ആഗ്രഹങ്ങൾ വൈകിപ്പോകുന്നു, ചില പ്രാർത്ഥനകൾ മാറിപ്പോകുന്നു. കാരണം നീ ചോദിക്കുന്നതിൽ നിന്ന് വളരെ വലിയതൊന്ന് ഞാൻ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ആഗ്രഹങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് വിടും. നിന്റെ പ്ലാനുകൾ എൻ്റെ പാദങ്ങളിലേക്ക് വയ്ക്കും. നിന്റെ വഴികൾ എൻ്റെ വഴികളാകട്ടെ. അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ പാതയാകും. എൻ്റെ ഇഷ്ടം നിന്റെ ജീവൻ രക്ഷിക്കും. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സകലതും നിനക്ക് നന്മയ്ക്കായി വ്യാപരിക്കും. നിന്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നീ സമർപ്പിക്കണം. നിന്റെ പരാജയം നിന്റെ അവസാന കഥയല്ല എന്ന് നീ അറിയണം. വീഴ്ച അവസാനമല്ല. വീഴുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ വീണ് കിടക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. ദാവീദ് വീണു, പത്രോസ് വീണു, എന്നാൽ അവർ എഴുന്നേറ്റു. നീ വീണിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും എഴുന്നേൽക്കണം. നിന്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. നീ തോറ്റപ്പോൾ നിന്റെ മൂല്യം നഷ്ടമായില്ല. നീ പരാജയപ്പെട്ടപ്പോൾ നിന്റെ മേലുള്ള വിളി നശിച്ചിട്ടുമില്ല. മനുഷ്യർ നിന്നെ വിലയിരുത്താം, പക്ഷേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തവനായി കാണും. നീ കരുതുന്നത് എല്ലാം തീർന്നു എന്നാണ്. ഞാൻ പറയുന്നു, നീ പഠിച്ചു എന്നാണ്. പരാജയം നിനക്കുള്ള ഒരു പാഠമാണ്. പിന്നെ നിന്റെ ഭാവിക്ക് വേണ്ടി നീ ഒരുക്കപ്പെടുകയാണ്. തകർന്നിടത്ത് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. നിന്റെ നഷ്ടങ്ങൾ നാളുകളിൽ നിന്റെ സാക്ഷ്യമായി മാറും. ഇന്നത്തെ നിന്റെ കണ്ണുനീർ നാളത്തെ നിന്റെ ശക്തിയായി മാറും. എഴുന്നേൽക്കൂ, ഇനി കിടക്കരുത്. നിന്റെ കാലം വന്നിരിക്കുന്നു. നിന്റെ ശക്തി വന്നിരിക്കുന്നു. നിന്റെ ഉയർച്ച വന്നിരിക്കുന്നു. എഴുന്നേൽക്കൂ, വിശ്വസിക്കൂ. നീ മുൻപോട്ട് തന്നെ പോകും. നീ വീണാലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയില്ല. നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇപ്പോൾ തുടങ്ങുകയാണ്. നീ വീണോ, നീ തോറ്റോ, നീ തളർന്നോ, എൻ്റെ കുഞ്ഞെ, നീ പരാജയപ്പെട്ടതുകൊണ്ട് നിന്റെ മേലുള്ള കോളിംഗ് അവസാനിക്കുന്നില്ല. വീണവരെയെല്ലാം ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞെ, മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറും, കാലങ്ങൾ മാറും. പക്ഷേ എൻ്റെ വാഗ്ദാനം ഒരിക്കലും മാറില്ല. നീ കരുതിയതെല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇത് തുടക്കമാണ്. നിനക്കായി ഞാൻ പറഞ്ഞ ഒരു വാക്കും മണ്ണിൽ വീണ് കെട്ടുപോകില്ല. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുപോലും ശൂന്യമായി തിരികെ വരികയില്ല. നീ കാത്തിരുന്ന വാക്കുകൾ നിവർത്തിയാകും. വൈകിപ്പോയി എന്ന് നീ കരുതുന്നതൊക്കെ നിന്റെ കരങ്ങളിൽ ഞാൻ നൽകും. നീ കാണുന്നത് ഇന്നത്തെ പ്രശ്നം, ഞാൻ കാണുന്നത് നാളത്തെ നിന്റെ ജയമാണ്. നീ കരുതുന്നത് ഇത് അവസാനമാണെന്നാണ്. ഞാൻ പറയുന്നു, ഇതൊരുക്കമാണ്. എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ എൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നിറവായി വരും. നീ തളരരുത്, പ്രതീക്ഷ കൈവിടരുത്. നീ എന്നിൽ വിശ്വസിക്കും. എൻ്റെ വാക്കുകൾ ഒരിക്കലും മാറില്ല. നിന്റെ കാലം വരുന്നു, നിന്റെ അനുഗ്രഹം വരുന്നു, നിന്റെ സാക്ഷ്യം വരുന്നു. നീ കാത്തിരുന്ന വാക്കുകൾ ഇനിയും നിവർത്തിയാവും. നീ കേട്ട എൻ്റെ ശബ്ദങ്ങളൊന്നും വെറുതെയായി പോകില്ല. എൻ്റെ കുഞ്ഞെ, നിന്റെ കാലം വരുന്നു, നിന്റെ ഉയർച്ച വരുന്നു, നിന്റെ സാക്ഷ്യം വരുന്നു. നീ തയ്യാറാകൂ. കാരണം നിന്റെ ജീവിതത്തിൽ എൻ്റെ അത്ഭുതങ്ങൾ നിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. എൻ്റെ കുഞ്ഞെ, നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നിന്റെ സ്വപ്നങ്ങളെ നിവർത്തിയാക്കാൻ ഞാനുണ്ട് നിന്റെ കൂടെ. ആരെല്ലാം നിന്നെ വിട്ടുപോയാൽ ഞാൻ ഒരു നാളും നിന്നെ വിട്ടുപോകുകയില്ല. കാരണം ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ഈ സന്ദേശം നിന്റെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യൂ. ഒരാളെങ്കിലും ഇന്ന് സുഖപ്പെടട്ടെ, ഒരാളെങ്കിലും ഇന്ന് ആശ്വാസം കണ്ടെത്തട്ടെ. എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതം എൻ്റെ കൃപയാൽ
ധന്യമായി തീരും.